ഓക്കെ, സോ ഓപ്പോയിൻ്റെതായി OPPO Reno7 Proൻ്റെ ഫൈനൽ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം ഞാൻ വിചാരിച്ചു നമ്മുടെ സെയിൽ ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഫോണിൻ്റെ സെയിൽ ഡേറ്റിന് മുന്നേ ആയിട്ട് എനിക്കൊരു റിവ്യൂ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സംഭവം കുറച്ചും കൂടി എളുപ്പമാവും നിങ്ങൾക്ക്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇന്ന് റിവ്യൂ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ റിവ്യൂ വീഡിയോസിലും പറയുന്നത് പോലെ ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ പോയി കാണുക, ഞാൻ മേളിൽ ലിങ്ക് ഇട്ട് തരാം. ആ വീഡിയോയിൽ ഞാൻ ഈ ഫോണിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും നമ്പേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, സോ അതും കാണുക. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഈ ഫോണിനെ കുറിച്ച് ഒരു കാര്യം എന്തായാലും സമ്മതിച്ചേ പറ്റൂ, ഇതിൻ്റെ ലുക്ക് ആൻഡ് ഡിസൈൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പോ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. കിട്ടില്ലൻ ഡിസൈൻ ആണ് വരുന്നത്, ആ ഒരു പ്രീമിയം ഫീലും അട്രാക്റ്റീവ് ഡിസൈൻ ആണ് കേട്ടോ. സട്ടലല്ല, കുറച്ചും കൂടി അട്രാക്റ്റീവ് ഡിസൈൻ ആണ്, കുറച്ചും കൂടി ഫ്ലാഷി ഡിസൈൻ ആണ്. പക്ഷേ കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മുടെ ഫോണിൻ്റെ ഒരു ഡിസൈൻ, ഫോണിൻ്റെ ലുക്ക് വെച്ച് ആകർഷിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. ഈ ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കിഡിലൻ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യലി ഈ ഒരു സ്റ്റാർ ട്രെയിൽസ് ഡിസൈൻ ഉണ്ടല്ലോ, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്, ഈ ഒരു ബ്ലൂ കളർ സ്റ്റാർ ട്രെയിൽസ് ഡിസൈൻ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സട്ടൽ ലുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളർ വാങ്ങാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ വേരിയൻ്റ് ആയിരിക്കും. ഫോൺ നല്ല സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇപ്പം ട്രെൻഡായി മാറിയിരിക്കുന്ന ആ ഒരു ബോക്സി ഡിസൈൻ ഉണ്ടല്ലോ, ആ ബോക്സി ഡിസൈൻ ഇവിടെ വരുന്നുണ്ട്. മെറ്റാലിക് ഫ്രെയിം, ഗ്ലാസ് ബാഗ് ഒക്കെ വരുന്നുണ്ട്. സോ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. സോ ലുക്ക്, ഡിസൈൻ ആൻഡ് ഹാൻഡ്ലിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഫുൾ മാർക്സ് ഉണ്ട്, നോ കംപ്ലയിൻറ്റ്സ്. നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ആമുലേഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർ കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ട്, കോൺട്രാസ്റ്റ് വരുന്നുണ്ട്, ഡീപ് ബ്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് സിനിമയും വീഡിയോസൊക്കെ കാണുന്ന ആളാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ 120 ഹെർട്സ് വരാറുണ്ട്. സോ ഞാൻ 3 രീതിയിലുള്ള ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്, 60 ഹെർട്സ്, 90 ഹെർട്സ്, 120 ഹെർട്സ്. പലപ്പോഴും ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. സോ 60ൽ നിന്ന് 90ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ 90ൽ നിന്ന് 120ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമില്ല. ചിലപ്പോൾ എൻ്റെ കണ്ണിൻ്റെ സെൻസിറ്റിവിറ്റി അത്ര ആയിരിക്കില്ല ചിലപ്പം. എനിക്ക് ആ ഒരു വ്യത്യാസം തോന്നിയില്ല. പക്ഷേ 90 ഹെർട്സ് ആണെങ്കിലും ആ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആണ് 90 ഹെർട്സ്. ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പ്രീമിയം ഫോൺസിലുള്ള 90 ഹെർട്സിൻ്റെ ഫീൽ ഉണ്ടല്ലോ അത് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ലാഗ്സ്, ജിറ്റേഴ്സ്, സ്റ്റക്ക് ഒന്നും വരുന്നില്ല. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൗഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ മൾട്ടിമീഡിയ എൻജോയ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പിന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡയമൻസിറ്റി 1200 മാക്സ് ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ എൻ്റെ ഓപ്റ്റിമൈസേഷനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 6-7 ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ തവണ പോലും ജിറ്റർ ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ഈ ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണെങ്കിലും ഗൂഗിൾ ക്രോമിൽ ഒരുപാട് ടാബുകൾ തുറന്ന് വെച്ച് വലിയ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുകയാണെങ്കിലും ഗാലറിയിൽ കയറി ഫോട്ടോസും വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലും അതേ രീതിയിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കുമ്പോഴും നല്ല സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. പിന്നെ 12 GB റാം വരുന്നുണ്ട്. മോർ ദാൻ ഇനഫ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ വരുന്നുണ്ടെങ്കിലും അതൊന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 12 GB റാം ഈസ് മോർ ദാൻ ഇനഫ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് റാമിൽ കിടക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് പോയിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല റാം മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂസർ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോ എന്ന ബ്രാൻഡ് ഒരുപാട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു സോഫ്റ്റ്വെയർ അല്ല ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അതിനുള്ള മെയിൻ കാരണമാണ് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് UI ആണ് ഇപ്പം വരുന്നത്. ബെറ്റർ ഓപ്റ്റിമൈസേഷൻ അവർ ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരിപ്പം പവർഫുൾ പ്രൊസസ്സേഴ്സും അവരുടെ ഫോൺസിൽ തരുന്നുണ്ട്. അൺബോക്സിംഗ് വീഡിയോൻ്റെ താഴെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 6, സോ മോർ ദാൻ 6 കിട്ടുന്നുണ്ടായിരുന്നു. സോ അബവ് 6 lakh ആയിരുന്നു AnTuTu സ്കോർ. സോ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. BGMA നോക്കുകയാണെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം 60 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. HDRൻ്റെ കൂടെ അൾട്രാ, അതായത് HDR 40 FPS ഫീച്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫോണിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതേ ചിപ്സെറ്റ് ഉള്ള ഗെയിമിംഗ് ഫോൺസ് വരെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ബ്രാൻഡുകളും അവരുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചാണ് ഒരു ചിപ്സെറ്റ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. ഗെയിമിംഗ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല കേട്ടോ. സോ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വാങ്ങേണ്ട ഫോൺ അല്ല ഇത്. പക്ഷേ നിങ്ങളിത് വാങ്ങിയാലും ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിൽ ഗെയിം മോഡിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. അവിടെ നമുക്ക് ടൈം, പിന്നെ ഫോണിൻ്റെ ടെമ്പറേച്ചർ, ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണാൻ കഴിയും. പെർഫോമൻസ് മോഡ് ചേഞ്ച് ചെയ്യാം. ഗെയിം ഫോക്കസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. സിസ്റ്റം സ്റ്റേറ്റസ്,
ഈവൻ വോയിസ് ചേഞ്ചർ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ഇതിൽ വരുന്ന കളർ OS ലേറ്റസ്റ്റ് ആണ്, കളർ OS 12 ആണ് വരുന്നത്. ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് ആപ്പിലുള്ള മെനു ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ക്ലട്ടർ ഫ്രീ ആയിട്ടുണ്ട്, അതായത് കുറച്ചും കൂടി വൃത്തി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിലുള്ള ഐക്കൺസിൽ കുറച്ചും കൂടി ഒരു 3D എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഓപ്പോ ഓമോജിയുടെ ഫീച്ചർ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് ഉള്ള, നമ്മുടെ ഹെയർ കട്ടൊക്കെ ഉള്ള ഒരു ഇമോജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓപ്പോ എന്ന ബ്രാൻഡിൻ്റെ ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്, അതാണ് പ്രൊഡക്ടിവിറ്റി ടൂൾ. അതിവിടെ വരുന്നുണ്ട് കേട്ടോ. PC കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വളരെ ഈസിലി നമുക്ക് നമ്മുടെ ഫോൺ PC-യുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതും വയർലെസ്ലി. അതിനുശേഷം നമ്മുടെ ഈ ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-യിൽ മിറർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മിറർ ആവുന്നുണ്ട്, അങ്ങനെ വലിയ ലാഗ് ഒന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്ത് മിററിംഗ് ആണ്. പിന്നെ 720p ഈവൻ 1080p റെസൊല്യൂഷൻ വരെ നമുക്കിതിൽ മിറർ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ PC ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഡിയോ, വീഡിയോ, ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ PC-ന്ന് ഫോണിലേക്ക് ഡയറക്റ്റ്ലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു മിററിംഗ് വിൻഡോ ഉണ്ടല്ലോ, അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്ടിവിറ്റി ടൂളാണ്. അതായത് നിങ്ങൾ വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ സൈഡിൽ ഒരു സ്റ്റാൻഡിലങ്ങ് വെച്ചാൽ മതി. അതിനുശേഷം എല്ലാം നിങ്ങൾക്ക് ആ ഒരു PC-യിലൂടെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ക്യാമറ പെർഫോമൻസ് നോക്കാം. അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ കുറേ ക്യാമറ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറ UI-യിലുള്ള മിക്ക എല്ലാ ഫീച്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോഴും എൻ്റെ ആ ഒരു ഇംപ്രഷൻ സെയിം ആണ്. അതായത് നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓപ്പോ പറയുന്നതനുസരിച്ച് ഓപ്പോയും സോണിയും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തിട്ട് HDR ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്റ്റിമൈസേഷൻ അവർ ചെയ്തിട്ടുണ്ട്. അത് കാണാനും ഉണ്ട്. നല്ല HDR പെർഫോമൻസ് ആണ്. ഷാഡോസിലും ഹൈലൈറ്റ്സിലും ഒക്കെ നല്ല ഡീറ്റെയിൽ വരുന്നുണ്ട്. അതായത് നല്ല ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പെഷ്യലി സെൽഫി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ബാക്കിൽ, നമ്മുടെ തലേൻ്റെ ബാക്കിൽ ഭയങ്കരമായിട്ട് വെട്ടം അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഫേസ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയി വരുന്നുണ്ട്. ഫേസിൽ നല്ല ഡീറ്റെയിൽസും ഉണ്ട്. സോ തീർച്ചയായിട്ടും HDR-ന്റെ പോയിന്റ് ഓഫ് വ്യൂ നല്ല വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. അത് വീട്ടിനുള്ളിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ലോ ലൈറ്റ്, സൺലൈറ്റ്, നൈറ്റ്, ഏത് സിറ്റുവേഷൻ ആയാലും നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെൽഫി ക്യാമറ, ഒരു പ്രോസസ്സിംഗ്, വളരെ നല്ല സെൽഫി ക്യാമറ ഓപ്റ്റിമൈസേഷൻ, അതിനോടൊപ്പം തന്നെ നല്ല സെൽഫി ക്യാമറ സെൻസറും ഇവിടെ വരുന്നുണ്ട്. ഓപ്പോ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സെൽഫി ആൻഡ് റിയർ ക്യാമറ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. നല്ല നൈറ്റ് പെർഫോമൻസ് ആണ്. സ്പെഷ്യലി ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതായത് നമ്മൾ നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പം ലൈറ്റൊക്കെ എപ്പോഴും കത്തി കിടക്കും. പക്ഷേ നമ്മൾ നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് എക്സ്പോഷറൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നോർമൽ, ഇതാണ് നൈറ്റ് മോഡ്, ഇതാണ് നോർമൽ മോഡ്, നൈറ്റ് മോഡ്, എഗെയിൻ നോർമൽ, നൈറ്റ്. സോ തീർച്ചയായിട്ടും നല്ലൊരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ വീഡിയോസ് എടുക്കുമ്പോഴും നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഫേസിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇവർ. സോ ഫേസ് എപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പോർട്രേറ്റ് മോഡ് ആണെങ്കിലും ഏത് മോഡ് ആയിക്കോട്ടെ, ഫേസ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. നോർമലി ചില ഫോൺസിൽ മെയിൻ ക്യാമറ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയായിരിക്കും. പക്ഷേ അൾട്രാവൈഡിലേക്ക് വരുമ്പോഴേക്കും കളർ ചേഞ്ചും പിന്നെ ടോണിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇവിടെ അങ്ങനെയില്ല. സോ എന്തായാലും ചെറിയ രീതിയിൽ സോഫ്റ്റ്നെസ് എന്തായാലും വരുന്നുണ്ട്, കാരണം മെഗാ പിക്സൽ കുറവാണല്ലോ. പക്ഷേ അത് കളർ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നോർമൽ ഫോട്ടോസ് അതിൻ്റെ കൂടെ തന്നെ അൾട്രാവൈഡ് ഫോട്ടോസും ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഓപ്പോയിൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് ക്യാമറ UI-യിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ്, AI കളർ പോർട്രേറ്റ്, പോർട്രേറ്റ് മോഡ് വീഡിയോ, ഡ്യുവൽ വീഡിയോ, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഫോണിൻ്റെ കണക്ടിവിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനൊരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. കോൾ ഡ്രോപ്പും അങ്ങനെയൊന്നുമില്ല. നല്ല കോൾ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇയർ പീസൊക്കെ നല്ല ഇയർ പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരിയർ എഗ്രിഗേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ്സ് നല്ലതാണ്. ഈവൻ വൈഫൈയിലും വൈഫൈ 6ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ വരുന്നുണ്ട്. സോ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസിൽ അത് നോർമലാണ്. 4500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. 1 day ബാറ്ററി ബാക്കപ്പ് എന്ന് പറയാൻ പറ്റും. നോർമലി 4500 mAh ബാറ്ററി ആണെങ്കിൽ നോർമലി 1 day ബാക്കപ്പാണ് കിട്ടുന്നത്. ഇവിടെയും 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. ബാറ്ററി ചോർന്ന് പോകുന്ന സംഭവം, ബാറ്ററി ലീക്കേജ് അങ്ങനെ ഒന്നും വരുന്നില്ല. നല്ല ബാറ്ററി പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുമുണ്ട്. സോ അതിന് കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ ഫോണിൻ്റെ കഴിഞ്ഞ പതിപ്പായ OPPO Reno7 Pro ഉണ്ടല്ലോ, അതിൻ്റെ ലോഞ്ച് പ്രൈസ് ആയിരുന്നു 39,999, അതായത് 39,999 ആയിരുന്നു അതിൻ്റെ ലോഞ്ച് പ്രൈസ്. ഞാൻ വിചാരിച്ചു ഇത്തവണ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, സോ ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കൂടുതലായിരിക്കും, above 40 വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്തവണയും അവർ എക്സാക്ട്ലി അതേ പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ ഫോണിൻ്റെ ലോഞ്ച് പ്രൈസ് ആണ് 39,999. സോ ദാറ്റ്സ് നൈസ്. സെയിം എക്സാക്ട് പ്രൈസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് Reno6 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. ആ ഡിസൈൻ
ഡിസൈൻ ഫാക്ടർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. മെറ്റൽ ഫ്രെയിം ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു ഗ്ലാസ് ബാക്ക് ഡിസൈൻ, ക്യാമറ മോഡിൽ ആ ഒരു സെറാമിക് മെറ്റാലിക് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ഓപ്റ്റിമൈസ്ഡ് ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ സെൻസർ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും മച്ച് അപ്ഗ്രേഡഡ് ക്യാമറ സെൻസർ വരുന്നുണ്ട്. രണ്ടിലും സോണിയുടെ ക്യാമറ സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്യാമറ പെർഫോമൻസും കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡാണ്. Reno 6 Proൻ്റെ മേളിൽ നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡാണ് Reno 7 Pro. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യും. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.